നമസ്കാരം. ദേവസൈനയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 17ലേക്കും സ്വാഗതം. ഒരു ദിവസം യശോദ കണ്ണനെ മടിയിൽ വെച്ച് പാൽ കൊടുക്കുകയായിരുന്നു. കണ്ണൻ ഉത്സാഹമായി പാൽ കുടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മെല്ലെ വായ് തുറന്ന് കോട്ടുവായിട്ടു. പുത്രന്റെ വായ്ക്കകത്തേക്ക് യശോദ യദൃച്ഛയാ നോക്കാനിടയായി. എന്തത്ഭുതം! ബാലന്റെ വായ്ക്കുള്ളിൽ ആകാശം, ഭൂമി, അന്തരീക്ഷം, സൂര്യചന്ദ്രാദികൾ തുടങ്ങിയ സമസ്ത ചരാചരങ്ങളോടുകൂടിയ ബ്രഹ്മാണ്ടത്തെ കണ്ടു. പെട്ടെന്ന് അപ്രകാരം കണ്ടപ്പോൾ ഭയത്താൽ സർവാംഗം വിറച്ചു. ആ കാഴ്ച കാണേണ്ടെന്ന് കരുതി കണ്ണുകൾ അടച്ചു. ഭഗവാന്റെ പരിപൂർണ കൃപയ്ക്ക് പാത്രമായ ദേവിക്ക് വിശ്വദർശനമെന്ന സിദ്ധി താനേ ഉണ്ടായെന്നർത്ഥം. എന്നാൽ കൃഷ്ണാനന്ദ ലഹരിയിൽ മുഴുകിയിരുന്ന തനിക്ക് ഈ വക സിദ്ധികളിൽ ഒട്ടും ആദരവില്ലാത്തതിനാലാണ് കണ്ണുകൾ അടച്ചു കളഞ്ഞത്. ലാളനാദികളാൽ വാത്സല്യഭക്തി ചെയ്ത് ആനന്ദിക്കുന്നതിൽ മാത്രമേ ആ മാതാവിന് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. പരമഭക്തനും മഹാതപസ്വിയുമായ ഗർഗമഹർഷി യദുക്കളുടെ പുരോഹിതനായിരുന്നു. ഒരു ദിവസം വസുദേവർ ആചാര്യനോട് നിന്തിരുവടി ഗോകുലത്തിലെഴുന്നള്ളി അവിടെ വളർന്നു വരുന്ന എൻ്റെ പുത്രന്മാർക്ക് നാമകരണം ചെയ്തനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഗോകുലത്തിലെത്തിയ ഗർഗമുനിയോട് നന്ദഗോപർ കുട്ടികൾക്ക് നാമകരണം ചെയ്താലും എന്ന് അപേക്ഷിച്ചു. ഇത് കേട്ട് ഗർഗാചാര്യർ ഇങ്ങനെ പറഞ്ഞു: ഗോകുലനാഥ, അങ്ങയുടെ അപേക്ഷ നിറവേറ്റുവാൻ എനിക്കും സന്തോഷം തന്നെ. പക്ഷേ അതിനൊരു വൈഷമ്യമുണ്ട്. ഞാൻ യദുക്കളുടെ ആചാര്യനാണെന്ന് പ്രസിദ്ധമാണ്. അങ്ങ് വസുദേവന്റെ സഖാവാണെന്ന് കംസന് അറിയാം. ദേവകിയുടെ 8ാമത്തെ സന്താനം സ്ത്രീയാകാൻ വഴിയില്ലെന്ന് അവന് സംശയമുണ്ട്. തൻ്റെ അന്തകൻ എവിടെയോ ഉണ്ടെന്ന് മായാശിശു പറഞ്ഞതും അവൻ്റെ ഓർമ്മയിലുണ്ട്. കൂടാതെ കംസന്റെ ഭൃത്യരിൽ ചിലർ ഇവിടെ വന്നു നശിക്കുകയും ചെയ്തു. ഇതെല്ലാം ആലോചിച്ച് ദേവകിയുടെ പുത്രൻ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് അയാൾ ബലമായി സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവർക്ക് നാമകരണം കൂടി ചെയ്താൽ അയാളുടെ ഊഹം ശരിയാണെന്നുറച്ച് ഇവരെ ഹിംസിക്കാനിടയായാൽ അത് നമ്മുടെ ബുദ്ധിമോശമായിരിക്കുകയില്ലേ? ഇത് കേട്ട് നന്ദഗോപർ പറഞ്ഞു: അങ്ങനെയാണെങ്കിൽ ആഘോഷങ്ങളൊന്നും കൂടാതെ രഹസ്യമായി അത്യാവശ്യമായ സംസ്കാരത്തെ മാത്രം ചെയ്താൽ മതി. ഗോകുലത്തിൽ ഭൂമി ശുദ്ധിയെപ്പറ്റി ആലോചിക്കാനില്ല. എവിടെയും ശുദ്ധം തന്നെ. ഇപ്പോൾ ഗോപന്മാരെല്ലാം പശുക്കളെയും കൊണ്ട് കാട്ടിൽ പോയിരിക്കുന്നതിനാൽ സ്വജനങ്ങൾ പോലും അറിയുകയുമില്ല. ഈ അഭിപ്രായം മഹർഷിക്കും സമ്മതമായി. താനും ആ കർമ്മം ചെയ്യാൻ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അതിനാൽ ഒരു ഏകാന്ത സ്ഥലത്ത് വെച്ച് നാമകരണം നടത്തി. ആദ്യം രോഹിണീപുത്രനെ മടിയിലിരുത്തിക്കൊണ്ട്, ഇവൻ സുഹൃത്തുക്കളെയെല്ലാം രമിപ്പിക്കുന്നവനാകയാൽ രാമൻ എന്ന നാമം ഇവന് യോജിക്കുന്നു. കൂടാതെ അമിത ബലം ഹേതുവായി ബലൻ എന്നും, യദുക്കൾ തമ്മിലുണ്ടാകുന്ന കലഹം തീർക്കുവാൻ ശക്തനാകയാൽ സംഘർഷണൻ എന്ന നാമങ്ങളും ഉണ്ടാകും. ഇത്രയും പറഞ്ഞ് ആചാര്യൻ യശോദാപുത്രനെ കയ്യിൽ വാങ്ങി. പരിപൂർണ ബ്രഹ്മവസ്തുവിന്റെ സ്പർശന മാത്രത്താൽ ഭക്തിയതിശയത്താൽ പ്രേമാശുക്കൾ പ്രവഹിച്ചു. ഇവന് എന്ത് നാമമാണ് കൽപ്പിക്കേണ്ടതെന്ന് അന്തരാത്മാവായ ഭഗവാനോട് തന്നെ ചോദിച്ചു നിശ്ചയിച്ചിട്ട് പറഞ്ഞു: ഹേ വജ്രനാഥ, കൃതത്രേത ദ്വാപര യുഗങ്ങളിൽ ഓരോ നിറത്തിൽ ജനിച്ച ഇവന് ഇപ്പോൾ എല്ലാ വർണ്ണങ്ങളുടെയും സമാഹാരമായ കൃഷ്ണവർണ്ണമാണുള്ളത്. അതിനാൽ ഇവന്റെ നാമം കൃഷ്ണൻ എന്നായി ഭവിക്കുന്നു. അങ്ങയുടെ പുത്രനായി ജനിച്ചിരിക്കുന്ന ഇവൻ മുൻപൊരിക്കൽ വസുദേവ പുത്രനായും ജനിച്ചിട്ടുണ്ട്. അതിനാൽ ഇവനെ വാസുദേവനെന്നും വിളിക്കുന്നു. കൂടാതെ അനേകം വിശിഷ്ട ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസൃതമായി അനേകം നാമങ്ങളും മേലിലുണ്ടാകും.
അവ എന്തെല്ലാമാണെന്ന് സാധാരണക്കാർക്ക് ഇപ്പോൾ അറിയാൻ സാധ്യമല്ല. നിങ്ങൾക്ക് സർവശ്രേയസ്സും വർദ്ധിപ്പിച്ച് ഇവൻ നിങ്ങളെ സന്തോഷിപ്പിക്കും. ഇവന്റെ സഹായത്താൽ നിങ്ങൾ സകല ദുരിതങ്ങളെയും അനായാസേന കടക്കും. പൂർവജന്മങ്ങളിലെല്ലാം ഇവൻ സാധുക്കളെ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ഇവന്റെ ആശ്രിതരെ ആർക്കും തന്നെ പരിഭവിപ്പിക്കുവാൻ കഴിയില്ല. എന്തിനധികം പറയുന്നു, ഗുണം കൊണ്ടും ശ്രീ കൊണ്ടും കീർത്തി കൊണ്ടും പരാക്രമം കൊണ്ടും ഇവൻ സർവഥാ ശ്രീനാരായണ സമനാണ്. ഇവനെ പ്രേമപൂർവം വളർത്തി നിങ്ങൾ ജന്മസാഫല്യം നേടിക്കൊള്ളുക. ഇപ്രകാരം ശ്രീകൃഷ്ണ രഹസ്യത്തെ സ്പഷ്ടമായും അസ്പഷ്ടമായും അറിയിച്ച് നന്ദഗോപരുടെ പൂജയും സ്വീകരിച്ച് ഗർഗമുനി യാത്രയായി. നന്ദി, നമസ്കാരം.